കടുവയെ തിരയുന്ന ദൗത്യസംഘത്തിന് തലവേദനയായി തെറ്റിദ്ധരിപ്പിക്കുന്ന ഫോൺ കോളുകൾ. കടുവയെ കണ്ടെന്ന് പറഞ്ഞു വരുന്ന തെറ്റായ ഫോൺ കോളുകൾ തിരച്ചിലിന്റെ സമയം നഷ്ടപ്പെടുത്തുന്നതായി വനപാലകർ പറയുന്നു. അതിനിടെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനിടെ DFOക്ക് പരിക്കേറ്റു. കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. കടുവയെ കണ്ടെത്തിയ മദാരിക്കുണ്ട് കേരള എസ്റ്റേറ്റ് ഭാഗത്ത് ഇന്ന് വ്യാപക തിരച്ചിൽ നടത്തി. പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ പുതുതായി സ്ഥാപിച്ച ക്യാമറകൾ പരിശോധിച്ച ശേഷം കൂട് സ്ഥാപിക്കാനുള്ള നടപടികളും ദൗത്യസംഘം ആരംഭിക്കും. ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച തിരച്ചിൽ ഇരുട്ടായതിനാൽ വേഗത്തിൽ നിർത്തിവച്ചിരുന്നു. കാടുമൂടിയ ചെങ്കുത്തായ പ്രദേശമായതും റബ്ബർ എസ്റ്റേറ്റുകളിൽ അടിക്കാടുകൾ വെട്ടാതെ കിടക്കുന്നതും തിരച്ചിലിന് തടസ്സമാണ്. ഇതിനിടെ വിവിധ സ്ഥലങ്ങളിൽ കടുവയെ കണ്ടെന്ന തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകി ഉദ്യോഗസ്ഥർക്ക് ഫോൺ കോളുകൾ ലഭിക്കുന്നതും ദൗത്യസംഘത്തിന് തിരിച്ചടിയാണ്. ഇത്തരം ഫോൺ കോളുകൾ ലഭിക്കുന്നതോടെ തിരച്ചിൽ നിർത്തി ആ സ്ഥലങ്ങളിലേക്ക് പോകാൻ ദൗത്യസംഘം നിർബന്ധിതരാകും. ഇത് ദൗത്യത്തിന് സമയനഷ്ടമുണ്ടാക്കും. കടുവ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു തന്നെയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറപ്പിച്ചതിനാൽ അധികം വൈകാതെ തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. അതിനിടെ തിരച്ചിലിന്റെ നിലമ്പൂർ സൗത്ത് DFO G ധനിത്ലാലിന് കാലിന് പരിക്കേറ്റു. കടുവയെ കണ്ടെത്തിയ ഭാഗത്ത് തിരച്ചിലിനിടെ വള്ളിപ്പടർപ്പുകളിൽ കാൽ കുടുങ്ങി വീഴുകയായിരുന്നു. ഇടതുകാലിന് പരിക്കേറ്റ DFOയെ സേനാംഗങ്ങൾ ചേർന്ന് ബേസ് ക്യാമ്പിൽ എത്തിച്ച ശേഷം വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്ക് ഗുരുതരമല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. കേരള വിഷൻ, വണ്ടൂർ.